തിരികെ വാർത്തകളിലേക്ക് വരുമ്പോഴേക്കും വളരെ നിർണായകമായ ഒരു വാർത്ത തന്നെയാണ്. CPM നേതൃത്വവുമായി കൂടുതൽ അകന്നു നിൽക്കുകയാണ് ജി സുധാകരൻ. പാർട്ടി അംഗത്വം പുതുക്കാതെ മുതിർന്ന CPM നേതാവ് ബ്രാഞ്ച് സ്ക്രൂട്ടണി വീട്ടിൽ എത്തി നടത്താമെന്ന് അറിയിച്ചിട്ടും സുധാകരൻ നിഷേധിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. 5.5 പതിറ്റാണ്ടിലേറെക്കാലമായി പാർട്ടി അംഗമാണ് ജി സുധാകരൻ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശമാണ് ജി സുധാകരനെ പ്രകോപിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. സുധാകരനെ പരിഗണിക്കുമോ എന്ന ചോദ്യത്തിന് അടഞ്ഞ അധ്യായം എന്നായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ ആക്ഷേപിക്കുന്നതിന് തുല്യമെന്നാണ് സുധാകരന്റെ പ്രതികരണം. 5.5 പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന പ്രവർത്തനമാണ് ജി സുധാകരൻ്റെ. അപ്പോൾ ഈ ഒരു നിലപാട് സ്വാഭാവികമായിട്ടും ഒരു ക്ഷീണം പാർട്ടിക്ക് ഉണ്ടാകുമോ? ജി സുധാകരൻ്റെ ഈ ഒരു നിലപാട് അതെന്താണ് ഉന്നം വെക്കുന്നതെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തുടക്കം എന്ന് പറയുന്നത് MV ഗോവിന്ദനെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ട് ഒരു യോഗത്തിൽ ചേർന്നു. ആ സമയത്ത് ഉണ്ടായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിൽ MV ഗോവിന്ദൻ്റെ മറുപടി സ്ഥാനാർത്ഥി നിർണയത്തിന് മാനദണ്ഡങ്ങളുണ്ടെന്നും അതുപ്രകാരം മാറ്റി നിർത്തിയവരെ പറ്റി ചർച്ച ചെയ്യേണ്ടെന്നുമായിരുന്നു MV ഗോവിന്ദൻ്റെ മറുപടി. ഇതാണോ ജി സുധാകരനെ പ്രകോപിപ്പിച്ചത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ശരണ്യ സ്നേഹൻ വിശദാംശങ്ങളുമായി ചേരും. ശരണ്യ, ഇതാണോ കാരണം? ഏറ്റവും നിർണായകമായ ഒരു നീക്കത്തിലേക്ക് ജി സുധാകരൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം 63 വർഷക്കാലമായി CPM-ന്റെ പാർട്ടി അംഗമായി തുടരുന്ന CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. ഒപ്പം തന്നെ ജനസമ്മതിയുള്ള നേതാക്കളിൽ ഒരാൾ കൂടിയാണ് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ചില സംഭവവികാസങ്ങൾ അത് ജി സുധാകരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 2 ടേം വ്യവസ്ഥയിൽ മാറ്റി നിർത്തപ്പെട്ട ഒരാളായിരുന്നു. തോമസ് ഐസക് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കന്മാർ മാറ്റി നിർത്തിയപ്പോൾ ആ ഘട്ടത്തിൽ മാറ്റി നിർത്തപ്പെട്ട ഒരാളാണ് ജി സുധാകരൻ. പിന്നീട് ഇത്തവണ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് വരുമ്പോൾ മത്സരിക്കാൻ തനിക്ക് താല്പര്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അത് സംബന്ധിച്ച് മറ്റു കൂടുതൽ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. പാർട്ടി അംഗത്വം പുതുക്കാത്തത് അതൊരു വലിയ തിരിച്ചടിയാകുമോ എന്ന് പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. ശക്തമായ നിലപാടാണ് ജി സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത്തവണ മത്സരിക്കാനായി സീറ്റില്ല എന്നത് കൂടി പറയുന്നു. മാത്രമല്ല MV ഗോവിന്ദന്റെ പരാമർശവും അതും വല്ലാത്തൊരു ക്ഷീണം ജി സുധാകരൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സ്ഥാനാർത്ഥി നിർണയത്തിന് മാനദണ്ഡങ്ങളുണ്ടെന്നും അതുപ്രകാരം മാറ്റി നിർത്തിയവരെ പറ്റി ചർച്ച വേണ്ടെന്നുമായിരുന്നു MV ഗോവിന്ദൻ്റെ മറുപടി. ഇത് ജി സുധാകരനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അത് തന്നെയാണ് പാർട്ടിയിൽ നിന്നും അകന്നു നിൽക്കാനുള്ളൊരു കാരണമെന്നും അംഗത്വം പുതുക്കാതെ നിൽക്കുന്നൊരു പശ്ചാത്തലമുണ്ടെന്നും മനസ്സിലാകുന്നു. ഈ ബ്രാഞ്ച് സ്ക്രൂട്ടണി വീട്ടിലെത്തിയിട്ട് നടത്താമെന്ന് അറിയിച്ചിട്ട് പോലും സുധാകരൻ അത് നിഷേധിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായി എന്നതും പറയുന്നു. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുതിർന്ന അംഗവും കൂടിയാണ് സുധാകരൻ. എന്തായാലും ശരണ്യ തുടരാം. ജി സുധാകരനെ ബ്രാഞ്ച് തലത്തിലേക്ക് ജി സുധാകരൻ മാറ്റപ്പെട്ടതിനു ശേഷവും അദ്ദേഹം സംഘടനാപരമായ കാര്യങ്ങൾ കൃത്യത പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ജില്ലാ കമ്മിറ്റിക്ക് നേരിട്ട് ചുമതലയുള്ള അഭിഭാഷകരടങ്ങുന്ന ഒരു ബ്രാഞ്ചിലാണ് അദ്ദേഹം ഉള്ളത്. അതിൽ ആ ബ്രാഞ്ചിൽ അദ്ദേഹം എത്തപ്പെട്ടതിനു ശേഷം അതിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിലടക്കം കൃത്യമായി പങ്കെടുത്തിരുന്ന സംഘടനാ കാര്യങ്ങൾ കൃത്യത പാലിച്ചിരുന്ന ഒരാളാണ് ജി സുധാകരൻ എന്നുള്ളതാണ്. അവിടെയാണ് ആ ജി സുധാകരൻ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ മെമ്പർഷിപ്പ് പുതുക്കാൻ, അതായത് 63 വർഷങ്ങൾക്കിടയിൽ ആദ്യമായി ജി സുധാകരൻ തന്റെ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് മറ്റു ചില സൂചനകളാണ് നൽകുന്നത് ആലപ്പുഴയിൽ നിന്ന് തന്നെ എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടി മെമ്പർഷിപ്പ് ഈ ബ്രാഞ്ച് സ്കൂട്ടണി നടക്കുന്ന സമയത്ത് ബ്രാഞ്ച് സെക്രട്ടറി നേരിട്ടെത്തി അദ്ദേഹത്തോട് പാർട്ടി മെമ്പർഷിപ്പിന്റെ ഫോറം പൂരിപ്പിച്ച് നൽകണമെന്ന് ജി സുധാകരനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ജി സുധാകരൻ അതിന് തയ്യാറായിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. താൻ ഇപ്പോൾ പുതുക്കുന്നില്ല എന്നുള്ള മറുപടിയാണ് ജി സുധാകരൻ നൽകിയിട്ടുള്ളത്. അത്തരം ഒരു മറുപടിയിലേക്ക് ജി സുധാകരൻ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ചില നിർണായക നീക്കങ്ങൾ ഉണ്ട് എന്നുള്ള സൂചനകൾ കൂടി നമുക്ക് ലഭ്യമാകുന്നു. അതായത് നിലവിൽ ഈ പാർട്ടി അംഗത്വം, അതായത് ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം 63 വർഷക്കാലമായുള്ള പാർട്ടി അംഗത്വമാണ്. ആ പാർട്ടി അംഗത്വത്തിൽ നിന്ന് CPM-ലെ ഏറ്റവും മുതിർന്ന നേതാവായ ജി സുധാകരൻ അതിനകത്ത് പ്രാഥമികമായി ചെയ്യേണ്ട പാർട്ടി അംഗത്വത്തിനുള്ള മെമ്പർഷിപ്പ് ഫോം പൂരിപ്പിക്കാൻ തയ്യാറാവാതെ അത് മാറ്റിവെച്ചു എന്നുള്ളത് നൽകുന്ന സൂചനകൾ പലതാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതിലേക്ക് നയിച്ച ചില കാര്യങ്ങൾ, അതായത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ജി സുധാകരന്റെ പേര് കഴിഞ്ഞ ദിവസം ചേർന്ന ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കെ രാഘവൻ അടക്കമുള്ള ഹരിശങ്കർ അടക്കമുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ജി സുധാകരനെ മത്സരിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം ആ കമ്മിറ്റിയിൽ വെച്ചിരുന്നു. എന്നാൽ MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ആ കമ്മിറ്റിയിൽ അതൊരു അടഞ്ഞ അധ്യായമാണ്, അതായത് ജി സുധാകരന്റെ ക്ലോസ്ഡ് ചാപ്റ്റർ ആണ് എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അത് മാത്രമല്ല, അതിനുശേഷം കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി
സെക്രട്ടേറിയറ്റിന് ശേഷം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പ്രതികരണം, അതായത് G സുധാകരനെ പരിഗണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പരിഗണനയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരിഹസിച്ചിരിക്കുന്ന രീതിയിലാണ് മറുപടി നൽകിയത്. ഇത് തന്നെ അങ്ങേയറ്റം അതൃപ്തനാക്കിയിട്ടുണ്ട്. അതായത് മുതിർന്ന നേതാക്കളെ അപമാനിക്കുന്ന രീതിയിലാണ് അത്തരത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ പ്രതികരണം എന്ന് G സുധാകരനുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളോട് അദ്ദേഹം സൂചിപ്പിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഒന്നിനും കൊള്ളാത്തവരാണോ തങ്ങൾ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. പാർട്ടി കേന്ദ്രങ്ങൾ അത് ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും സംഘടനാ കാര്യങ്ങളിൽ വളരെ കൃത്യത പാലിക്കുന്ന 40 വർഷത്തോളം സംസ്ഥാന കമ്മിറ്റിയിലടക്കം ഉണ്ടായിരുന്ന G സുധാകരൻ, അദ്ദേഹം CPM-ൽ നിൽക്കുമ്പോൾ ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ട പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുക എന്നതിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നു എന്ന് വരുമ്പോൾ അതിനകത്ത് ചില സൂചനകൾ ആലപ്പുഴയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അത്തരത്തിൽ ചില കാര്യങ്ങൾ വരുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് 1-ാം തീയതി ഈ ബ്രാഞ്ച്, ഇപ്പോൾ നിലവിൽ G സുധാകരനുള്ളത് ജില്ലാ കമ്മിറ്റിക്ക് നേരിട്ട് ചാർജുള്ള അഭിഭാഷകരടങ്ങുന്ന 18 അംഗങ്ങളുള്ള ബ്രാഞ്ചാണ്. ഈ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ ഈ ഫോം നൽകിയിട്ടും ഈ ഫോറം പൂരിപ്പിച്ച് നൽകാൻ G സുധാകരൻ തയ്യാറായില്ല. തുടർന്ന് ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ 18 അംഗങ്ങളും G സുധാകരന്റെ വീട്ടിലെത്തി അവിടെ വെച്ച് മെമ്പർഷിപ്പ് സ്കൂട്ടണി, അദ്ദേഹത്തിന് അനാരോഗ്യമാണെങ്കിൽ അവിടെ വെച്ച് മെമ്പർഷിപ്പ് സ്കൂട്ടണി നടത്താമെന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ അത് വേണ്ടതില്ല എന്ന് നിരസിക്കുകയാണ് G സുധാകരൻ ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ ഫോം അന്വേഷിച്ചു ചെന്നപ്പോൾ അത് തൽക്കാലം നൽകുന്നില്ല, ഇരിക്കട്ടെ എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്നുള്ളതും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് G സുധാകരൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കി നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ള ചോദ്യം ഈ സമയത്ത് വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് വളരെ പ്രസക്തമാണ് എന്ന് തന്നെ പറയാം. മറ്റു ചില സൂചനകൾ അതിനകത്ത് ഉടലെടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് G സുധാകരൻ കടുത്ത അവമതിപ്പും അതൃപ്തിയും ഇപ്പോൾ G സുധാകരന് ചില പ്രതികരണങ്ങളോട്, പാർട്ടി നേതൃത്വത്തിനുള്ള പ്രതികരണങ്ങളോട് ഉണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണനയോ അർഹിക്കുന്ന സീനിയർ നേതാവെന്നുള്ള പരിഗണനയോ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് G സുധാകരനെ വിശേഷിപ്പിച്ച, അതായത് കഴിഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി MV ഗോവിന്ദൻ ക്ലോസ്ഡ് ചാപ്റ്റർ എന്നാണ് G സുധാകരനെ വിശേഷിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ആണ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം ഉണ്ടായ പത്രസമ്മേളനത്തിൽ ഉണ്ടായ അദ്ദേഹത്തിന്റെ പ്രതികരണം, അത് വളരെ രീതിയിൽ G സുധാകരനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് പുതുതായി ചില വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. മുഖ്യമന്ത്രി CPM ജില്ലാ സെക്രട്ടറി R നാസറുമായി സംസാരിച്ച് R നാസറിനെ G സുധാകരനുമായി സംസാരിക്കാനുള്ള അനുനയ ശ്രമത്തിനായി ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്നു. ആലപ്പുഴയുടെ ഒരു തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ജനസമ്മതിയുള്ള നേതാവാണ് G സുധാകരൻ. അത് രാഷ്ട്രീയ ഭേദമന്യേ ജനസമിതിയുള്ള നേതാവാണ് G സുധാകരൻ. അമ്പലപ്പുഴയിലെ നിലവിലെ സ്ഥാനാർത്ഥിത്വം അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ അതൃപ്തി അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടി ഘടകങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള അവമതിപ്പ് G സുധാകരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പ്രകടമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും തന്റെ അതായത് തന്റെ കാലത്ത് സ്ഥാപിച്ച ശിലാഫലകം, ആ പ്രൊജക്ട് കൊണ്ടുവന്ന, അന്ന് G സുധാകരൻ മന്ത്രിയായിരിക്കെ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ശിലാഫലകം മാറ്റം ചെയ്തതിനു ശേഷമാണ് ഇവിടെ ഉദ്ഘാടനത്തിന്റെ മാത്രം ശിലാഫലകം സ്ഥാപിച്ചു എന്നതിനെതിരെ അതീവ ഗൗരവമായി അത് കണക്കാക്കണം എന്ന് പറഞ്ഞ് G സുധാകരൻ പരസ്യമായി ആലപ്പുഴയിലെ നേതൃത്വത്തിനെതിരെ പരസ്യമായി പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പല രീതിയിലുള്ള പ്രകോപനങ്ങൾ G സുധാകരനുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങൾ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു മാധ്യമ പ്രവർത്തകരടക്കം ഇറക്കുന്ന ഒരു രീതിയിൽ ഒരു പരിഗണനയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടായത്. അത് G സുധാകരനെ വലിയ രീതിയിൽ പ്രകോപിതനാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട G സുധാകരൻ പാർട്ടി മെമ്പർഷിപ്പ് അടക്കമുള്ള ഇപ്പോൾ ഈ 18 അംഗങ്ങളുള്ള ആ ബ്രാഞ്ചിന്റെ 17 അംഗങ്ങളുടെയും ബ്രാഞ്ച് സ്കൂട്ടണിക്കുള്ള ഫോം പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകി അത് ജില്ലാ കമ്മിറ്റിയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട് G സുധാകരൻ ഒഴികെ എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട്, പ്രത്യേകിച്ച് സംഘടനാ രീതികൾ വളരെ കൃത്യത പാലിക്കുന്ന ഒരാൾ, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ 40 വർഷത്തോളം ഇരുന്ന ഒരാൾ പിന്നീട് താഴത്തേക്ക് വരുമ്പോൾ, ബ്രാഞ്ച് തലത്തിലേക്ക് വരുമ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി വിളിച്ച്, താൻ ഇരിക്കുന്ന ബ്രാഞ്ച് കമ്മിറ്റി
വിളിച്ചു ചേർത്ത് ആ ബ്രാഞ്ച് കമ്മിറ്റി ഉൾപ്പെടെ നടത്തിയിരുന്ന ജി സുധാകരൻ മെമ്പർഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് നൽകുന്ന സൂചന വേറെയാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് വരുന്നത്. ശരണ്യാണ് ബ്രേക്ക് ചെയ്യുന്നത്. ശരണ്യ, അത് പറയുന്നത് തന്നെ ഇങ്ങനെയാണ്, 63 വർഷം ആയി സുധാകരൻ CPM ഉണ്ട്, പക്ഷേ എന്നാൽ പോലും ഇത് ആദ്യമായിട്ടാണ് പുതുക്കുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട